നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനെതിരെ നിരന്തരമായി ഉയർന്നു വരുന്ന പരാതികൾ, ആക്ഷേപങ്ങൾ, വിവാദങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഏതൊരു വകുപ്പിലും വീഴ്ചകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം വീഴ്ചകൾ മാത്രമാണോ ആരോഗ്യ വകുപ്പിലും സംഭവിക്കുന്നത്? ഒറ്റപ്പെട്ട വീഴ്ചകളെ, പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുകയാണോ വിമർശകർ ചെയ്യുന്നത്? ആരോഗ്യമന്ത്രി പദവിയിൽ നിന്നുകൊണ്ട് മന്ത്രി വീണ ജോർജ് റിപ്പോർട്ടുകൾ തേടുക മാത്രം ചെയ്യുന്നുവെന്നും ഒരു വിഷയത്തിലും ആത്യന്തികമായ പരിഹാരമുണ്ടാക്കുന്നില്ല എന്ന വിമർശനമുണ്ട്. അതെത്ര ശരിയാണ്? ഹർഷിന എന്ന യുവതി സർക്കാർ ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെ ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിനുള്ളിൽ കുടുങ്ങിപ്പോയ ആളാണ്. എല്ലാ പിന്തുണയും വാഗ്ദത്തം ചെയ്യുന്നു പലകുറിയായി ആരോഗ്യമന്ത്രി. പക്ഷേ അവരുടെ പ്രശ്നത്തിൽ ആത്യന്തികമായ പരിഹാരമുണ്ടാക്കാൻ, അവർക്കൊപ്പം നിൽക്കാൻ, അവർക്ക് നീതി നൽകാൻ ഈ സർക്കാർ വകുപ്പിന് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ICUവിൽ കിടക്കവേ ഒരു രോഗിയോട് ഹോസ്പിറ്റൽ ജീവനക്കാരൻ ലൈംഗികാതിക്രമ സ്വഭാവത്തിൽ പെരുമാറിയ കേസിനകത്ത് പോലും ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത് നിർഭാഗ്യകരമായ പ്രതികരണങ്ങളാണ്. അതിനകത്ത് എത്ര കാർക്കശ സ്വഭാവമുള്ള നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു ആരോഗ്യവകുപ്പിന്? ഹൈക്കോടതിയിൽ നിന്ന് പോലും തിരിച്ചടി ഉണ്ടായ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്? തിരുവനന്തപുരത്ത് നിന്ന് കേൾക്കുന്ന വാർത്ത, ഗർഭസ്ഥ ശിശുവിൻ്റെ മരണത്തിന് ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ ഉത്തരവാദികളാണ് എന്ന ആക്ഷേപമാണ്. നിരന്തരമായി ആരോഗ്യവകുപ്പിനെതിരെ ഉയർന്നു വരുന്ന പരാതികൾ, 6ാം വിരൽ മുറിക്കാനെത്തിയ കുഞ്ഞിൻ്റെ നാവിന് ശസ്ത്രക്രിയ നടത്തിയ അടക്കമുള്ള വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, ഇത് എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു? ഇതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ്റെ ശരിയായ നേതൃത്വമില്ലായ്മയുടെ പ്രശ്നമുണ്ടോ? അതോ എല്ലാം പർവ്വതീകരിച്ച ആക്ഷേപങ്ങളാണോ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് CPMൽ നിന്ന് ഡോക്ടർ മുബാറക് സാനിയെ പ്രതീക്ഷിക്കുന്നു അല്പസമയത്തിനകം. വിനോദ് മേക്കോത്ത്, കോൺഗ്രസ് നേതാവ്, ഡോക്ടർ അൽത്താഫ്, IMAയുടെ പ്രതിനിധി എന്നിവരാണ് ഇതിനകത്ത് ഉള്ളത്. ആദ്യം ഡോക്ടർ അൽത്താഫ്, ഈ ആരോഗ്യവകുപ്പ് മറ്റേതൊരു വകുപ്പിനെയും പോലെ ഒരു വകുപ്പ് എന്ന നിലയ്ക്കുള്ള എന്ന ആനുകൂല്യം അതിന് കൊടുക്കണം. ഒപ്പം എല്ലായിടത്തെയും പോലെ മനുഷ്യർ ഇടപെടുന്ന, മനുഷ്യർ തന്നെ ജോലി നിറവേറ്റുന്ന വകുപ്പാണ്. അവിടെ സാധാരണ മട്ടിലുണ്ടാവുന്ന പിഴവുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ആരോഗ്യവകുപ്പിലെ പിഴവെന്ന് പറയുമ്പോൾ അത് ആളുകളുടെ ജീവനും ആളുകളുടെ ജീവിതവും അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതിലുണ്ടാകുന്ന പിഴവുകൾ മിക്കപ്പോഴും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചെടുക്കാനാവാത്തതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിസൂക്ഷ്മത ആവശ്യമുള്ള, അങ്ങേയറ്റത്തെ ജാഗ്രത ആവശ്യമുള്ള, അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വ സ്വഭാവം ആവശ്യമുള്ള ഒരു വകുപ്പാണെന്നിരിക്കെ അതിൽ നിരന്തരമുണ്ടാവുന്ന പിഴവുകൾ നമുക്ക് ചെറുതായി കാണാൻ കഴിയുന്നതാണോ ഡോക്ടർ അൽത്താഫ്? ഇല്ല, വീഴ്ചകളായി തന്നെ കാണണം. പക്ഷേ നമുക്ക് അത് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടേതുപോലുള്ള വളരെ വിഭവദരിദ്രമായ ഒരു രാജ്യത്തെ, ഒരു പ്രദേശത്തെ ആരോഗ്യ സംവിധാനം, പൊതു ആരോഗ്യ സംവിധാനത്തെക്കുറിച്ചാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ എടുക്കേണ്ട ഒരു സമീപനം എന്നത് ഒരു വിമർശനം ആവശ്യമാണ്. പക്ഷേ അതൊരു പൂർണ്ണമായിട്ടും ഫോൾട്ട് ഫൈൻഡിങ്, തെറ്റുകൾ മാത്രം കണ്ടെത്തുക എന്നുള്ള ഒരു സമീപനത്തിന് പകരം കുറച്ചുകൂടി വിശാല അർത്ഥത്തിൽ ഒരു ഫാക്ട് ഫൈൻഡിങ് എന്നുള്ള നിലയ്ക്ക് വേണം അത് അപ്രോച്ച് ചെയ്യാൻ എന്നുള്ളതാണ് ആമുഖമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ള ഇക്കാര്യത്തിൽ. പിന്നെ മറ്റൊരു കാര്യം, കേരളത്തെ പോലുള്ള ഒരു പ്രദേശത്ത് ആരോഗ്യ മേഖലയിൽ വരുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പിൻ്റെ മാത്രം ഒരു പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമോ ആയിട്ട് മാറ്റി നിർത്തി കാണാൻ കഴിയില്ല. അത് നമ്മുടെ മറ്റെല്ലാ വകുപ്പുകളും, അതുപോലെ മറ്റെല്ലാ പ്രശ്നങ്ങളും, അതുപോലെ ഇവിടെയുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങളും, അത് ജനസംഖ്യയിലുണ്ടാകുന്ന മാറ്റങ്ങളും, അതുപോലെ രോഗാതുരതയിൽ വരുന്ന മാറ്റങ്ങളും. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 2011 സെൻസസാണ് നമ്മുടെ ഏറ്റവും അവസാനം ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും വൃദ്ധജനങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതൽ, ആനുപാതികമായിട്ട് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. അത് വീണ്ടും അടുത്ത സെൻസസ് വരുമ്പം വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ രോഗാതുരത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം കേരളമാണ്. സ്വാഭാവികമായിട്ടും രോഗികളുടെ എണ്ണം വളരെ അധികമായിരിക്കും. സർക്കാർ ആശുപത്രികളുടെ പൊതുവായിട്ടുള്ളൊരു കണക്ക് പറയുകയാണെങ്കിൽ കേരളത്തിലെ 12 സർക്കാർ മെഡിക്കൽ കോളേജുകളിലും കൂടിയായിട്ട് ഏതാണ്ട് 50 ലക്ഷം രോഗികളാണ് ഒരു വർഷം ചികിത്സിക്കുന്നത്. അതുപോലെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ഏതാണ്ട് 1200ഓളം ആരോഗ്യ സ്ഥാപനങ്ങൾ, 850ഓളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും 250 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളും മറ്റ് ജില്ലാ താലൂക്ക് ആശുപത്രികളും എല്ലാം കൂടി ചേർന്ന് 1200ഓളം സ്ഥാപനങ്ങളിലൂടെ 2 കോടി ജനങ്ങൾക്കാണ് ചികിത്സ നൽകുന്നത്. ഇതിൽ എല്ലാം കൂടി നമുക്കുള്ള വിഭവശേഷി എന്ന് പറഞ്ഞാൽ, മനുഷ്യ വിഭവശേഷി പറയുകയാണെങ്കിൽ, ഡോക്ടർമാരുടെ കണക്കുകൾ മാത്രം പറയുകയാണെങ്കിൽ ആരോഗ്യവകുപ്പിന് കീഴിൽ ഏതാണ്ട് 6000 ഡോക്ടർമാരും
മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഏതാണ്ട് 2000-ഓളം ഡോക്ടർമാരും പിന്നെ ബാക്കി അനുബന്ധ ജീവനക്കാരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെല്ലാം തന്നെ നമുക്ക് ഇപ്പം രോഗാതുരതയുടെ വർധനവ് ഞാൻ പറഞ്ഞു, അതിനാനുപാതികമായിട്ട് നമ്മുടെ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മനുഷ്യ വിഭവശേഷി, അതിൻ്റെ വിന്യാസം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഇതിനെയൊക്കെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് സ്പെഷ്യാലിറ്റി കേഡർ ആരോഗ്യവകുപ്പിലുണ്ട്. ആരോഗ്യവകുപ്പിലെ താലൂക്ക് ആശുപത്രി വരെ സ്പെഷ്യാലിറ്റി കേഡറുണ്ട്. അത് നമുക്കിപ്പോൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ കൂടെ നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ രോഗികളെ താഴെത്തട്ടിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. അങ്ങനെ ഈ വലിയ ടെർഷറി കെയർ സെൻറ്റേഴ്സിലേക്ക്, മെഡിക്കൽ കോളേജും ജില്ലാ ജനറൽ ആശുപത്രികളിലേക്കുമുള്ള രോഗികളുടെ ബാഹുല്യം കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള പുതിയ ഒരുപാട് സമീപനങ്ങൾ നമുക്ക് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് വിഭവശേഷി വർദ്ധിപ്പിക്കണം. ആരോഗ്യ മേഖലയ്ക്കുള്ള പൊതുവിഹിതം, ബഡ്ജറ്റിലെ വിഹിതം വർദ്ധിപ്പിക്കണം. രാജ്യത്ത് പൊതുവെ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കുറവ് പൊതു ആരോഗ്യ വിഹിതം ഉള്ള രാജ്യം കേരളമാണ്, ഇന്ത്യയാണ്. അതുപോലെ കേരളവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഒരു 1% ഓഫ് GDP മാത്രമേ നാം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ആരോഗ്യ മേഖലയുടെ വികസനവും നമുക്ക് ഒരുപാട് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ആരോഗ്യരംഗം, പൊതുജനാരോഗ്യ മേഖല നേരിടുന്ന വിഭവ ദാരിദ്ര്യത്തെക്കുറിച്ച് താങ്കൾ പറയുന്നത് ശരിയായ കാര്യമാണ്. അതേസമയം ഇന്ത്യയുടെ പൊതുവായ സ്വഭാവത്തിൽപ്പെടുന്നത് കൂടിയാണല്ലോ അത്. നമ്മൾ പക്ഷേ കൊട്ടിഘോഷിക്കപ്പെട്ട ആരോഗ്യ മേന്മയുടെ ഒരു സംസ്ഥാനമാണ്. പിഴവുകൾ പറ്റുക എന്ന് വെച്ചാൽ ജാഗ്രതയില്ലായ്മയുടെ ഭാഗമായിട്ട് പിഴവ് പറ്റുക, സൂക്ഷ്മതയില്ലായ്മയുടെ ഭാഗമായിട്ട് കുഴപ്പമുണ്ടാവുക, അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് അതിനകത്തൊരു തിരുത്തൽ നടപടിയുടെ സ്വഭാവത്തിലേക്ക് പോവേണ്ടതൊക്കെ ഉണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ കാണുന്ന, അല്ലെങ്കിൽ ഈ സമീപ ചരിത്രത്തിൽ കാണുന്ന ഒരു കാര്യം, ആരോഗ്യവകുപ്പിൽ നടക്കുന്ന സംഗതികളിന്മേൽ ശരിയാവണ്ണം ആക്ട് ചെയ്യാൻ ഭരണകൂടത്തിന്, വകുപ്പ് മേധാവിക്ക്, മന്ത്രിക്ക് ഒന്നും കഴിയാത്ത ഒരു നില, ഒരു സമ്മർദ്ദ ശക്തിയെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിധം അവർ ദുർബലമായി പോകുന്നതിൻ്റെ കാഴ്ച കാണുന്നുണ്ട്. ഡോക്ടർ, ഞാൻ തുറന്നു ചോദിക്കുന്നത്, ആരോഗ്യവകുപ്പിനകത്തെ പിഴവുകൾക്ക് മേൽ ഒരു വിൽ പവറോടെ ഇടപെടാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം സത്യത്തിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുണ്ടോ? അല്ല, ഇപ്പോൾ സമീപകാലത്തെ സംഭവങ്ങളെക്കുറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വിധി പറയാൻ സമയമായിട്ടില്ലല്ലോ. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ആരോഗ്യ സംവിധാനം തന്നെ അതിന് അന്വേഷണങ്ങൾ നടക്കുന്നു. ബാക്കി അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമല്ലേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം സമീപകാലത്തെ സംഭവങ്ങളെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ. ശരി, ഞാനൊന്ന് പറയാം. ഈ വിനോദ് മേക്കോത്ത്, ഒരു സർക്കാർ വകുപ്പുകളെന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖല ഇൻ ടോട്ടൽ നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മറ്റേത് സംസ്ഥാനത്തെക്കാളും മികവാർന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് അതിന് സർക്കാരിനെ കുറിച്ചല്ല, ഈ നമ്മുടെ കാലയളവെടുത്താൽ ഏതു സർക്കാരിൻ്റെ കാലത്തും നമ്മുടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളതിന് കൂടുതൽ ഊന്നലും കൊടുക്കുന്നുണ്ട്. പക്ഷെ മാനുഷികമായ ചില പിഴവുകൾ സംഭവിക്കുന്നത് നിർഭാഗ്യകരമാണ്. മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്, തർക്കമില്ല. പക്ഷെ അതിന് നമ്മുടെ ആരോഗ്യ മേഖല ആകെ തകർന്നിരിക്കുന്നു എന്ന മട്ടിലൊരു പർവ്വതീകരണത്തിൽ പ്രശ്നമുണ്ടോ, അതോ താങ്കൾക്ക് മറിച്ചുവാദങ്ങളുണ്ടോ? ഒന്ന്, ഇങ്ങനെയൊരു ചർച്ച മീഡിയ വൺ സംഘടിപ്പിച്ചത് വളരെയധികം കാലിക പ്രസക്തമാണ്. കാരണം അത്രമാത്രം അപകടകരമായ നിലയിലൂടെയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയൊരു ചർച്ച മീഡിയ വൺ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് തന്നെ കേരളം എത്രമാത്രം ഈ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം കേരളത്തെക്കുറിച്ച് പലപ്പോഴും പല കാലങ്ങളിൽ പറഞ്ഞു വന്നിട്ടുള്ളത്, കേരളത്തിലെ സാമൂഹ്യ സൂചികകളിൽ കേരളം വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിലാണ്. അത് വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യരംഗമാകട്ടെ, ലോകത്തെ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മുടെ സ്ഥാനം എന്നൊക്കെയുള്ള തരത്തിലാണ് നമ്മുടെ ഭരണാധികാരികളും അതുപോലെ തന്നെ ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരും പല ഘട്ടങ്ങളിലായി പറഞ്ഞു വന്നിട്ടുള്ളത്. എന്നാൽ സമീപകാലത്തായി കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മാത്രമല്ല മറ്റ് പല മേഖലകളിലൊക്കെ തന്നെ അതിൻ്റെ അപകടങ്ങളുണ്ട് എന്നതോടൊപ്പം തന്നെ കേരളം ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രഷ്യസ് ആയിട്ട് കണ്ടിരുന്ന 2 മേഖലകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ആരോഗ്യ മേഖല. ആ ആരോഗ്യ മേഖലയിൽ തുടർച്ചയായി വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാണ് പലപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാറുള്ളത്. പക്ഷേ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഇതിൻ്റെ ആമുഖത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. നിരവധിയായ കാര്യങ്ങൾ, ചെറിയ നെഗ്ലിജൻസ് അല്ല, ചെറിയ തോതിലുള്ള പിഴവല്ല. എന്നാൽ ആ പിഴവുകൾ സംഭവിക്കുന്ന വേളയിൽ അതിനോട് ഭരണ സംവിധാനം, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, രാഷ്ട്രീയ നേതൃത്വമൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത്
തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ജാഗ്രത കൊണ്ടുവരുന്നതിന് അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. പക്ഷേ ഇവിടെ ഭരണകൂടം ഈ വിഷയങ്ങൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മാത്രമല്ല, കഴിഞ്ഞ ഏതാനും മാസങ്ങൾ എടുത്തോളൂ, കഴിഞ്ഞ 1-2 വർഷത്തിനിടയിലുള്ള കേസുകൾ എടുത്തോളൂ. ഈ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി എല്ലാ വിഷയങ്ങളിലും റിപ്പോർട്ട് തേടുന്നുണ്ട്. ആ റിപ്പോർട്ട് തേടലല്ലാതെ അതിൻ്റെ പുറത്ത് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ആ കാര്യങ്ങളിലൊന്നും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ അടുത്ത കാലത്ത് ഒട്ടേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഹർഷീനയുടെ കാര്യം ആമുഖത്തിൽ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ കയ്യിലെ എല്ല് പൊട്ടി അതിന് പകരം വെച്ച സ്റ്റീൽ റോഡ് മറ്റൊരാളുടേതാണ് എന്നുള്ള ആക്ഷേപം കുടുംബത്തിൻ്റെ നിൽക്കുന്നു. അങ്ങനെ തുടങ്ങി ഓരോ കേസുകളും ഒരു ഡോക്ടർ പെട്ടെന്ന് ആരോടും ആലോചിക്കാതെ, രക്ഷിതാവിനോട് പോലും ആലോചിക്കാതെ കൈവിരൽ അധികമുള്ളത് സർജറിക്ക് വരുന്ന ഒരു കുട്ടിയെ 4 വയസ്സായ ഒന്നും ചോദിച്ചാലും മറുപടി പറയാൻ പോലും പ്രായമായിട്ടില്ലാത്തൊരു കുട്ടിയെ അവൻ്റെ നാവിൻ്റെ അടിയിൽ സർജറി ചെയ്യുന്ന ഒരു ആരോഗ്യരംഗത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടി കാണാൻ കഴിയുക? അതിൻ്റെ പുറത്തൊക്കെയുള്ള നടപടികൾ എവിടെ? നമ്മൾ കണ്ടല്ലോ ICUവിനകത്ത് നടന്ന പീഡനത്തിൽ, ആ പീഡനത്തിൽ ആ ഇരയോടൊപ്പം നിന്നു എന്നതിൻ്റെ പേരിൽ ഒരു ജീവനക്കാരിയെ, ഹെഡ് നേഴ്സായിട്ടുള്ള അവരെ ഇവിടെ നിന്ന് തട്ടിക്കൂട്ടിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഒടുവിൽ അവർക്ക് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടി വന്നു, കോടതിയുടെ സഹായം തേടേണ്ടി വന്നു, കോടതി ഉത്തരവ് വന്നു. ഇത് സിമ്പിൾ നെഗ്ലിജൻസ് ആണോ? ആ ഉത്തരവിനോട് സംസ്ഥാന ഗവൺമെൻറ് എടുത്ത സമീപനം എന്താണ്? ആ ഉത്തരവ് വന്നിട്ടും അവർക്ക് മെഡിക്കൽ കോളേജിൻ്റെ പഠിക്കൽ അവർക്ക് സമരമിരിക്കേണ്ടി വന്നു. കോടതിയോട് പോലും, നിയമപരമായിട്ടുള്ള അവരുടെ ഉത്തരവിനോട് പോലും റെസ്പെക്റ്റ് കാണിക്കാത്ത ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ആരോഗ്യരംഗത്ത് ഇത്തരത്തിലുള്ള പിഴവുകളിലൂടെ കടന്നു പോകാതിരിക്കുക? ഇത്തരത്തിലുള്ള പിഴവുകൾ എങ്ങനെയാണ് ആവർത്തിക്കാതിരിക്കുക? ഇവിടെ ആക്ഷൻ ഇല്ലെന്നേ. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, പരാതികൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ പുറത്ത് സംസ്ഥാന ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണ്ടേ? റിപ്പോർട്ട് തേടി അതും കക്ഷത്ത് വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനുള്ള പ്രേരകമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് സമീപകാലത്തായി വളരെ പ്രഖ്യാതമായ പാരമ്പര്യമുള്ള വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം നിൽക്കുന്ന മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം എന്നൊക്കെ നമ്മളൊക്കെ പലപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന ദുരവസ്ഥയുടെ കാരണം എന്ന് നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാതെ കേവലമായ റിപ്പോർട്ട് തേടല്ല, അതിനപ്പുറത്തേക്കുള്ള നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ള വിമർശനമാണ്. ഡോക്ടർ മുബാറക് സാനി, ഇതൊരു സീരിയസ് ആയിട്ടുള്ള വിമർശനമാണ്. ഇപ്പോൾ ഹർഷിനയുടെ കേസ് എടുക്കാം. കേരളമാകെ ശ്രദ്ധിച്ച ഒന്നാണ്. സർക്കാർ ആശുപത്രികളിൽ മാത്രം സർജറി നടത്തിയ ഒരാൾ ഏതോ ഒരു ആശുപത്രിയിൽ വെച്ചാണ് അവർക്ക് അകത്ത് സർജറി ഉപകരണം കുടുങ്ങിയിട്ടുള്ളത് എന്ന കാര്യം ആർക്കും തർക്കമില്ലാത്ത ഒന്നാണ്. പോലീസ് റിപ്പോർട്ട് എന്താണ് കണ്ടെത്തിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ സർക്കാർ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പലകുറി വാഗ്ദത്തം ചെയ്യുന്നു. മന്ത്രി തന്നെ പറയുന്നു നിങ്ങൾക്ക് ഞങ്ങൾ ഒപ്പം ഉണ്ടാകും, നീതി തരുമെന്ന്. അവർക്ക് കിട്ടിയിട്ടില്ല നീതി. ഈ ഭരണകൂടം ഞങ്ങളെ വഞ്ചിക്കുകയാണ് എന്നാണ് അവരുടെ ബോധ്യം. ആ അവിശ്വാസം അവരിൽ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഡോക്ടർ മുബാറക് സാനി. ഇന്നും ഇപ്പോൾ അവരൊരു സർജറിക്ക് വിധേയമായിരിക്കുന്നു. അന്നത്തെ പ്രശ്നത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതിനുള്ള ചെലവ് വഹിക്കാനുള്ള ഉത്തരവാദിത്വം പോലും ഈ ഭരണകൂടം നിറവേറ്റുന്നില്ല എങ്കിൽ, ഒരു പൗരൻ ഈ ഭരണകൂടം എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്ന അവിശ്വാസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലാതെ മറ്റാർക്കാണ്? ഡോക്ടർ ഓക്കെ നിഷേധ് പറഞ്ഞ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏതായാലും മീഡിയ വൺ ഈ ചർച്ച എടുത്തു വെച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നോക്കൂ, പക്ഷേ ഈ കാര്യത്തെ ഇപ്പം വിനോദൊക്കെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ലോകത്താകെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരം ആശുപത്രിക്കകത്ത് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു ഗ്രാവിറ്റി, എത്ര ഒരു എണ്ണം നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും അവസാനത്തെ ഒരു റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ലോകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ 10 ആശുപത്രി സന്ദർശനങ്ങളിൽ അഡ്മിഷനിൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ സേഫ്റ്റിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ
അത് ലോകത്താകെ 66 രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്നത് പലതും വളരെ ചെറുതാണ്, മൈനറാണ്, ചിലത് ഗൗരവമുള്ളതാണ്. പക്ഷെങ്കിൽ പോലും അത്രമാത്രം കൂടുതലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് വികസിത രാജ്യങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം നടക്കുന്ന സ്വകാര്യ മറ്റ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിനകത്ത് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഗവൺമെൻറ്റിനകത്ത് വരികയും റിപ്പോർട്ട് തേടുകയെങ്കിലും ചെയ്തിട്ടുള്ള കേസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും നമ്മുടെ ഒരു എണ്ണം എന്ന് പറയുന്നത് താരതമ്യേനെ വളരെ കുറവാണ് എന്ന് കാണുന്നതിന് ഒരു പ്രയാസമില്ല. നമുക്ക് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിനേക്കകത്ത് തന്നെ പോകാം. ഞാൻ സൂചിപ്പിക്കാൻ കാരണം നമ്മൾ ഉണ്ടാകുന്ന സംഭവങ്ങളെ ഈ തരത്തിൽ വലിയ അധികം പെരുപ്പിച്ച് കാണിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പം നിങ്ങൾ നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഹർഷിനിയുടെ വിഷയത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള നാവ് മുറിച്ചു മാറ്റി എന്നൊക്കെ പറയുന്ന തരത്തിലേക്കൊക്കെ വരുമ്പോൾ വാസ്തവത്തിൽ ഇതിനകത്തൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സാവധാനത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പറ്റുന്ന ഒരു ചെറിയ പെശകിനെ എങ്ങനെയാണ് ഒരു സിസ്റ്റം അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ പല കാര്യത്തിനകത്തും വ്യക്തികൾക്ക് പെശക് പറ്റാം. കാരണം ഹ്യൂമൻ എറർ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ എററുകളിൽ വരുന്നൊരു ഒന്ന് മെഡിക്കേഷൻ എററാണ്, സിസ്റ്റത്തിൻ്റെ തന്നെ തകരാറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതിനകത്ത് ഹ്യൂമൻ എറർ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ അന്വേഷിക്കുകയും ആ അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടും ഒരു ഇതും വരുമ്പോൾ അതിൽ നടപടി എടുക്കുക എന്നുള്ളതാണ്. ഹർഷിൻ്റെ കേസിനകത്ത് തന്നെ ഒട്ടേറെ ഏജൻസികൾ അക്കാര്യത്തിൽ അന്വേഷിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഗവൺമെന്റിന് നിയമിച്ച കമ്മിറ്റികൾ അന്വേഷിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റികളുടെ ഒക്കെ തന്നെ റിപ്പോർട്ടിന്റെ മുകളിലാണല്ലോ നടപടികൾ എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും വളരെ കൃത്യമായിട്ട് ആരുടെ ഭാഗത്താണ് പെശക് എന്ന് കണ്ടെത്തിയിട്ട കാര്യങ്ങളിൽ മാത്രമേ നടപടികൾ എടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയൂ. മറിച്ച് അതിന് മുമ്പ് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഹർഷിതയുടെ കൂടെ ഗവൺമെന്റും മന്ത്രിയും എല്ലാ ആളുകളും അതിനകത്ത് ആരും ഡോക്ടർ മുബാറക് സാനി, ഞാൻ ചോദിക്കുന്നത് ഹർഷിനയുടെ കാര്യത്തിൽ താങ്കൾ സംസാരിക്കുന്ന സിസ്റ്റത്തെ കുറിച്ചാണ്. മനുഷ്യർക്കുണ്ടാവുന്ന പിഴവാണ് അല്ലല്ല, ഹർഷിനയുടെ കാര്യത്തിൽ ആർക്കാണ് സംശയം? അവർക്ക് സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നെഗ്ലിജൻസ് ഉണ്ടായതിൻ്റെ ദുരന്തമാണ് അവരവരുടെ ജീവിതം കൊണ്ട് അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് പേ ചെയ്യാനുള്ള ബാധ്യത ഏറ്റവും അവസാനം സർക്കാരിനുണ്ടല്ലോ, അത് ചെയ്യുന്നില്ല സർക്കാർ. അവരുടെ കൂടെ നിൽക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് മനസ്സിലായില്ല? നമ്മളൊക്കെ നിൽക്കുന്ന പോലെ കൂടെ നിൽക്കുക എന്നാണോ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം? അല്ല, സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് അനുഭവപ്പെടണം കൂടെ നിൽക്കുന്നതായി. നീതി അവർക്ക് നൽകുന്നില്ല, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നില്ല, അവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുന്നില്ല. ഏതെങ്കിലും നിലയ്ക്ക് പോലീസ് ഫൈൻഡിങ്ങിനെ പോലും തള്ളിക്കളയുന്ന തരത്തിൽ ഉദ്യോഗസ്ഥ സമ്മർദ്ദം ഉണ്ടല്ലോ. സർക്കാർ അവരെയല്ല ഇപ്പുറത്ത് നിൽക്കുകയാണ്. താങ്കൾ ഈ വളരെ സാങ്കേതികമായ ഭാഷയിൽ വിശദീകരിച്ചുകൊണ്ട് അതിലെ പ്രശ്നം തീരും ഞാൻ വിചാരിക്കുന്നില്ല. 7 വർഷത്തെ ജീവിതമുണ്ട് ഹർഷിനിയുടെ. അല്ല, തീർച്ചയായും നിഷാദ് സൂചിപ്പിച്ച മാനുഷികമായ വശം തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കുറ്റപ്പെടുത്തൽ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞ് നടപടിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അതിൻ്റെതായ രീതികളിലേക്ക് പോകേണ്ടി വരും. മറ്റു തരത്തിലുള്ള പിന്തുണ തീർച്ചയായിട്ടും വേണം. അതിന് ആവശ്യമായ നടപടികളൊക്കെ ഡോക്ടർ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടർ മുബാറക് സാനി, ഇതിനകത്തൊരു സംഗതി ഉള്ളത് നോക്കൂ, ഹർഷിനയുടെ കാര്യം മാത്രം നമ്മൾ അത് മാത്രമല്ല ചർച്ച ചെയ്തെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഹർഷിനയുടെ കാര്യത്തിൽ എന്തായാലും പിഴവ് പറ്റിയിരിക്കുന്നത് സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് ഇത്ര വൈകുന്നത് മനഃപൂർവ്വമായത് വളരെ ഡെലിബറേറ്റ് ഡിലേയിങ് എന്ന് പറയുന്ന സംഗതിയാണ്. കാരണം അതിനകത്തൊരു ഫൈൻഡിങ്ങിലേക്ക് എത്താൻ പാടൊന്നുമില്ല. എത്തിയാൽ പക്ഷേ ചില ആളുകൾ അതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് വരേണ്ടി വരും. അത് തടഞ്ഞു വെക്കുകയാണെന്ന് അറിയാത്ത ആരാണ് ഇവിടെ കേരളത്തിലുള്ളത്? ഇനി പോട്ടെ, താങ്കൾ പറയുന്നു സർക്കാർ മന്ത്രി ഒക്കെ ഹർഷിനയുടെ കൂടെയാണെന്ന്. എങ്ങനെ ഹർഷിനയുടെ കൂടെ? ഹൗ? ഏത് കൈൻഡ് ഓഫ് കൂടെ നിൽക്കലാണ് അവർക്ക് ഈ സർക്കാർ കൊടുത്തിട്ടുള്ളത്? ഞങ്ങളും ഒപ്പം ഉണ്ടെന്നുള്ള വൃഥാവാചകമല്ലാതെ എന്താണ് അവർക്ക് സർക്കാർ കൊടുത്തത് എന്ന ഒരു പോയിന്റ് പറയാമോ? അല്ല, തീർച്ചയായിട്ടും ആ ഒരു അടുത്ത ഒരു ഓപ്പറേഷൻ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഏത് ആശുപത്രിയിലും ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഹെർണിയ ഉണ്ടാകുന്നുള്ള ആ സർജറിക്കും എല്ലാ സംവിധാനങ്ങളും ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെ ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ ഒരു താല്പര്യമാണ്. അവരാണ് പറയുന്നത് പിന്നീടുള്ള തുടർ ചികിത്സയ്ക്കുള്ള സഹായം പോലും സർക്കാർ തരുന്നില്ല എന്ന് അവരുടെ ഹസ്ബൻഡ് ഇപ്പം ഇന്ന് പറയുകയാണ് മീഡിയയോട്. അവർ ക്രൗഡ് ഫണ്ടിങ് നടത്തേണ്ട സ്ഥിതി വന്നല്ലോ. അല്ല,
അല്ല, തീർച്ചയായിട്ടും അക്കാര്യത്തിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് എല്ലാ സമയത്തും എടുത്തിട്ടുള്ളത്. പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തൃപ്തികരമാകുക എന്നുള്ളതൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ കോഴിക്കോട്ട് നിന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടല്ലോ, എല്ല് ഒരു എല്ലിന്റെ കാര്യത്തിലേക്ക് താങ്കൾ വന്നോളൂ. അതിന് മുമ്പ് ഞാൻ പറയുന്നത് ഇതിനകത്ത് ആളുകൾക്ക് തൃപ്തികരമാവുമെന്ന് ചോദിച്ചാൽ ഒരു പൗരനെ സംബന്ധിച്ച് ഭരണകൂടം അയാൾക്ക് തൃപ്തികരമായ നിലപാട് സ്വീകരിക്കണം. ഇനിയിപ്പോൾ അയാളുടെ കാര്യം മാത്രമല്ല, ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഡോക്ടർ സാനി മനസ്സിലായിട്ടില്ല എന്താണ് ഈ സർക്കാർ അവർക്ക് അനുകൂലമായി ചെയ്തതെന്ന്. കേരളത്തിൻ്റെ പബ്ലിക്കിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും അതിനകത്ത് ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഞങ്ങളൊപ്പം ഉണ്ടാകും എന്നുള്ള വ്യാജവാചകമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും അറിയാം. അങ്ങനെ ചെയ്യാൻ ഒരുപക്ഷെ എൻ്റെ ഒരു തോന്നൽ പറയുകയാണ്, അങ്ങനെ ചെയ്യാൻ ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിന് മന്ത്രിക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഉദ്യോഗസ്ഥ ലോബിയിങ്ങിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഇരയാണ് അവർ എന്നുകൂടി കടത്തി ചിന്തിക്കുകയാണ് ഞാൻ. അങ്ങനെ ആവാം ഒരുപക്ഷെ. അല്ലെങ്കിൽ എന്തിനാണ് മന്ത്രി വീണ ഇങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപഹാസ്യമായി മുഖം കുനിച്ച് നിൽക്കുന്നത്? അവർക്ക് പോലും ഇടപെടാൻ കഴിയാത്ത ഒരു സമ്മർദ്ദ വലയത്തിന് നടുവിൽ അവർ നിൽക്കുന്നു എന്നല്ലാതെ ഹർഷനയുടെ കേസിൽ വേറൊന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ല. അതിനുശേഷമാണ് ICU പീഡന കേസ്. അതിനകത്ത് ഹൈക്കോടതിയുടെ മുമ്പിൽ പോയി സർക്കാരിന് മുഖം കുനിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ആരോഗ്യവകുപ്പ് നമ്മൾ ഈ പറയുന്ന പരിശുദ്ധമായ ഒരു സംവിധാനമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ടാവുന്ന കുഴപ്പങ്ങളെ തടയാൻ കഴിയാത്ത വിധം വേറെ ഒരുതരം ലോബിയിങ് അതിൽ പ്രവർത്തിക്കുന്നു എന്നത് വസ്തുതയല്ലേ ഡോക്ടർ മുബാറക് സാനി? അല്ല നിഷാദ്, അതിനകത്ത് നമുക്ക് വൈകാരികമായിട്ട് തീർച്ചയായിട്ടും നമ്മളൊരു വിഷയത്തിനകത്ത് നമുക്ക് വൈകാരികമായിട്ട് ഒരു പിന്തുണ ഒരു ഭാഗത്ത് നിൽക്കാൻ വേണ്ടി നിൽക്കേണ്ടതാണ്, പിന്തുണ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഒരു നീതിന്യായ കോടതിയുടെയോ പോലീസിന്റെയോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഘട്ടത്തിനകത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇടപെട്ടിട്ടുള്ള എല്ലാ ആളുകളുടെയും വാദങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ടി വരും. അതിനകത്ത് തീർച്ചയായിട്ടും പ്രതിയുടെയും ഡിഫൻസ് ഉണ്ടാവുമല്ലോ. അക്കാര്യത്തിനകത്തൊന്നും ഇപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്കകത്ത് നമുക്കറിയാം എല്ലാ സംവിധാനങ്ങളും അങ്ങനെ നടക്കുന്നത്. അതിനെ പക്ഷേ വൈകാരികമായിട്ട് അവതരിപ്പിക്കുകയും വിനോദമൊക്കെ ചെയ്യുന്നത് പോലെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ തീർച്ചയായിട്ടും ശരിയായ ഒരു രീതി അല്ല എന്നുള്ളതാണ് എനിക്ക്. അതൊക്കെ പറയാം, പ്രതിയുടെ ഡിഫൻസിനെയും പരിഗണിക്കേണ്ടതാണ്. ആരോപണ വിധേയരായ ആളുകൾക്ക് അവരുടെ വാദം പറയാൻ അവസരം ഉണ്ടാവുക പ്രധാനമാണ്. അതിനെ കേൾക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നതും തർക്കമില്ല. പക്ഷേ ഇരയുടെ കൂടെ നിൽക്കുന്നു ഒരു നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരാൾ താൻ ICUവിനകത്ത് അസുഖകരമായ ഒരു അതിക്രമത്തിന് ഇരയായി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് സീരിയസ് ആയി എടുക്കണമല്ലോ. അപ്പോൾ അതിന് അവരുടെ മൊഴി രേഖപ്പെടുത്തുക, അവരുടെ കൂടെ നിൽക്കുക, അവരുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ പ്രതികാര രാഷ്ട്രീയത്തിന് ഇരയാവുക. ഈ പ്രതികാരം നിർവഹിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാരാണല്ലോ നമ്മൾ. അല്ലാതെ അതൊക്കെ സാങ്കേതികമായ നിയമ നടപടികളുടെ ഭാഗമായിട്ടുള്ള നോർമൽ ട്രാൻസ്ഫർ ആണെന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ എന്താണ് പ്രതികാരം എന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ഒരു സർക്കാരിന് എങ്ങനെയാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുക? അല്ല, തീർച്ചയായിട്ടും അക്കാര്യത്തിലൊക്കെ നമ്മുടെ ഒരു മനോഭാവവും നിലപാടിനൊക്കെ അനുസരിച്ചുകൊണ്ട് നമുക്ക് അതിനൊക്കെ വിശദീകരിക്കേണ്ടി വരും. ഞാൻ സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ പ്രത്യേക ഇഷ്യൂ തന്നെ എടുത്ത് ചർച്ച ചെയ്യണം. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഈ ചർച്ച കൊണ്ടൊരു ഗുണകരമായിട്ട് മാറുക എന്നുള്ളത് ഇതിനകത്ത് സിസ്റ്റം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ബ്ലെയിം ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് പകരം അതേത് തരത്തിലായിക്കോട്ടെ അതിനപ്പുറത്തേക്ക് ഒരു സിസ്റ്റത്തിനകത്ത് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താനും അത് പരിഹരിക്കാനുമുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള പരിശോധനയായിരിക്കും കൂടുതൽ. ഇപ്പോൾ മീഡിയ വണ്ണിനെ പോലെയുള്ള ഏത് ചാനലാണ് ചർച്ച ചെയ്യേണ്ടത്? വാസ്തവത്തിൽ നമ്മുടെ ആരോഗ്യരക്ഷാ സംവിധാനത്തിനകത്ത് ഒരു ശാസ്ത്രം ടെക്നോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ സിസ്റ്റത്തിൻ്റെതായ പ്രോട്ടോക്കോളിൻ്റെതായ പ്രശ്നങ്ങൾ, അതിൻ്റെ നടത്തിപ്പിൻ്റെതായ പ്രശ്നങ്ങൾക്കകത്തൊക്കെ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് ലോകത്തുള്ള അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ സിസ്റ്റത്തിനകത്ത് പോലും ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാന്ന് വെച്ചാൽ എന്താണ് ഡോക്ടർ? ഇപ്പൊ ഹർഷിന ഒരു പ്രശ്നം നേരിടുമ്പോൾ അവർക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ. അല്ലാതെ ഹർഷിനെ മറന്നുകൊണ്ട് വിശാലമായ ഒരു പരിഹാരാലോചന അതെങ്ങനെയാണ്? അതിന് ലോജിക്ക് മനസ്സിലായില്ല. ഹർഷിനയ്ക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഹർഷിനയുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമ്മളൊരു മാതൃകാപരമായ സ്റ്റെപ്പ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ICUയിൽ പീഡനം അനുഭവിച്ച സ്ത്രീ വരുമ്പോൾ അവരുടെ പ്രശ്നത്തിൽ മാതൃകാപരമായ നീതിയുക്തമായ പരിഹാരം നിറവേറ്റിക്കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക. അല്ലാതെ ഇരകളെ അവരുടെ ജീവിതത്തിലെ ദുരന്തങ്ങളെ സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് വിശാലമായ പരിഹാരാലോചന അത് സാധ്യമായ ഒന്നല്ല. ഓഡിറ്റ് ചെയ്യപ്പെടുക എന്നത് പ്രധാനമാണ്. ഉത്തരവാദിത്തം ഉണ്ടാവുക, റെസ്പോൺസിബിൾ ആവുക എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അതല്ലേ നമുക്ക് വേണ്ടത്.
നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഓവർലോഡ് എടുക്കുന്നുണ്ട് എന്ന് ഡോക്ടർ നേരത്തെ സംസാരിക്കുമ്പോൾ അൽത്താഫ് ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ സിസ്റ്റം ഓവർലോഡ് എടുക്കുന്നുണ്ട്, അത് വസ്തുതയാണ്. ആ ഓവർലോഡിന് നടുവിലും നമ്മൾ മറ്റ് പലരെക്കാളും നന്നായി ഈ ദൗത്യം നിർവഹിക്കുന്നുണ്ട്, അത് വസ്തുതയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തെക്കാളും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്, വസ്തുതയാണ്. പക്ഷേ ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിനെ മറക്കലല്ല പൊതു താല്പര്യം എന്ന് പറയുന്നത്. അല്ല നിഷാദ്, ഇത് പറയാതെ പറയുന്ന ഒരു കാര്യം, ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നമ്മളെ DME അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാൾ, ഇങ്ങനെ ഡോക്ടർമാർ, ഇവരൊക്കെ എന്തോ ഈ ഒരു ഇരയെ കാര്യമായിട്ട് വളരെ ബോധപൂർവം എന്തോ ശത്രുതയോടെ കണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന തരത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ അഭിപ്രായത്തിനകത്ത് അങ്ങനെയൊന്നും ഒരു നിലപാട് ഇത്തരം ആളുകളൊന്നും എടുക്കുന്നില്ല. പക്ഷെ അവരൊക്കെ തന്നെ ഈ വ്യവസ്ഥയുടെ പ്രത്യേക കാര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈഷമ്യമായ അവസ്ഥകളിൽ നിന്ന് മാത്രമാണ്. അതിന് ഡിലേ ഉണ്ടാവാം, അതിന് സാഹചര്യങ്ങളുടെ പരിമിതികൾ ഉണ്ടാവാം. പക്ഷെ ആ പരിമിതികൾക്കകത്ത് വളരെ ബോധപൂർവം ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന തരത്തിൽ ഇത് അവതരിപ്പിക്കുന്നത് ആ തരത്തിലുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ല എന്നാണ് എന്റെ അഭിപ്രായം. താങ്കളുടെ പോയിന്റ് വാലിഡ് ആണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് വ്യൂ പോയിന്റ് ഉണ്ടാവില്ലേ ഡോക്ടർ മുബാറക് സാനി? എന്തുകൊണ്ടാണ് ഹർഷിനയ്ക്ക് ഇപ്പോഴും പുറത്തു നിൽക്കേണ്ടി വരുന്നത്? അവർക്ക് എന്തുകൊണ്ടാണ് ഭരണകൂടത്തിൻ്റെ ഒരു സഹായം കിട്ടാത്തത്? അവർക്ക് എന്തുകൊണ്ടാണ് നീതി കിട്ടാത്തത്? തന്നോട് ഈ ദ്രോഹം ചെയ്തത് ആരാണെന്ന് 7ാം വർഷത്തിലും തിരിച്ചറിയാൻ അവർക്ക് കഴിയാത്ത വിധം, അങ്ങനെ കണ്ടെത്താൻ കഴിയാത്ത വിധം പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഇത്ര ദീർഘമായി അന്വേഷിച്ചിട്ടും എങ്ങനെയാണ് ഹർഷനയുടെ വയറ്റിനകത്ത് ആ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഫ്ലോപ്പാണ്. ആരെല്ലാം കൂടി അന്വേഷിച്ചു? ഒരു വ്യക്തിയാണോ അന്വേഷിച്ചതല്ല, ഒരു സർക്കാർ സംവിധാനം ആകെ ആ കേസിന്റെ പിന്നാലെ ഉണ്ടായി. എന്നിട്ട് എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ സിസ്റ്റം കംപ്ലീറ്റ് ഫ്ലോപ്പാണ് എന്ന് പറയണ്ടേ? അല്ല നിഷാദെ, അത് കോടതിയുടെ പരിഗണനയിൽ ഉൾപ്പെടെ വന്ന കേസാണല്ലോ. അതിനകത്ത് പോലീസിന്റെ റിപ്പോർട്ടും ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന തർക്കങ്ങളും അതിനകത്തുണ്ട്. എല്ലാ ആളുകളും അവരുടേതായ പൊസിഷനിൽ നിന്നുള്ള തർക്കങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ്. അത് കോടതി ഉൾപ്പെടെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്. അതിന് നമ്മൾ അതിനകത്ത് പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ഏകപക്ഷീയമായിട്ടൊരു പക്ഷം പിടിച്ചുകൊണ്ട് വിധി പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ, എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഡീറ്റെയിൽസുകൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ അറിയില്ല. ഇതിൽ അന്വേഷിച്ച എല്ലാ ആളുകളും അക്കാര്യത്തിൽ അവരുടേതായ രീതിയിൽ സത്യസന്ധമായിട്ടാണ് ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കളുടെ പരിമിതാവസ്ഥ ഈ കാര്യത്തിൽ താങ്കളുടെയും മന്ത്രിയുടെയും അടക്കമുള്ള പരിമിതാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അല്ല, ഇതിനകത്ത് വിനോദ് ഓഫ് കോഴ്സ് ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയവും കൂടി ഉണ്ടല്ലോ. ഈ സർക്കാരും ഈ സർക്കാരിൻ്റെ വകുപ്പുകളും ആരോഗ്യവകുപ്പും, ഈ ആരോഗ്യവകുപ്പ് നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് സുപ്രധാനമായ പങ്കാളിത്തം വഹിച്ച ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ലോകം കേരളത്തിൻ്റെ ആരോഗ്യ മാതൃകയിലേക്ക് ഉറ്റുനോക്കിയിട്ടുണ്ട്. അതൊരു കൽപ്പിത കഥയൊന്നുമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇപ്പോഴും ഈ ആരോപണങ്ങളെല്ലാം ഉള്ളപ്പോഴും ബെറ്റർ ഒരു ഹെൽത്തിലാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. നിങ്ങൾ അതങ്ങനെയല്ല, ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മൊത്തത്തിൽ മുടിഞ്ഞു കിടക്കുകയാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയമില്ലേ? തീർച്ചയായിട്ടും നമ്മളിവിടെ ഈ സ്ക്രീനിൽ ഡോക്ടർ മുബാറക് സാനിയുടെ പേര് പിന്നിടുമ്പോൾ CPM എന്നാണ് കാണിക്കുന്നത്. എൻ്റെ പേര് കഴിയുമ്പോൾ കോൺഗ്രസ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ അൽത്താഫ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് IMA പ്രതിനിധി എന്നുള്ള നിലയിലാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഇരിപ്പിടം രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണ്. ഡോക്ടർ മുബാറക് സാനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഇരിപ്പിടം, ഞാൻ ഇരിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് തന്ന ഇരിപ്പിടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ രാഷ്ട്രീയം അല്പം കടന്നു വരും. കാരണം കേരളത്തിലെ ഏത് മേഖലയാണെങ്കിലും ഇത്തവണ മാത്രമാണ് ഒരു തുടർഭരണം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രാരംഭം മുതൽ തന്നെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്കാണെങ്കിലും ഏത് മേഖലയ്ക്കാണെങ്കിലും അതിൻ്റെ ഗുണത്തിലാണെങ്കിലും ദോഷത്തിലാണെങ്കിലും മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് അതിൻ്റെ ബാധ്യതയുമുണ്ട്. ആ അർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ കേരളത്തിലെ മെഡിക്കൽ രംഗമാകെ കുത്തഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് ഞാൻ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചില്ല. ഞാൻ വളരെ വസ്തുതാപരമായി എണ്ണി പറഞ്ഞ വിഷയങ്ങളിൽ തുടർച്ചയായി മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര കരുതലോ നടപടിയോ ഉണ്ടാകുന്നില്ല എന്ന് എടുത്തു പറയുകയാണ് ചെയ്തത്.
ഒട്ടേറെ കാര്യങ്ങൾ രാഷ്ട്രീയമായി പറയാൻ കിടക്കുന്നു. കാരുണ്യ ബെനവലൻ ഫണ്ടുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നിർത്തലാക്കിയത് മുതൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം നേരിട്ടതും ആളുകൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ കൊടുക്കാൻ കഴിയാത്തത് ഉൾപ്പെടെയുള്ള വാർത്തകൾ നമ്മൾ അതിലേക്കൊന്നും കടന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പോയി നിരാഹാരം കിടക്കേണ്ട, മരുന്നില്ലാത്തതിൻ്റെ പേരിൽ ഉപവസിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്നും കടന്നിട്ടില്ല. നമ്മൾ വലിയ തോതിൽ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക് ഞാനും അഭിമാനത്തോടു കൂടി കാണുന്ന നമ്മുടെ ആരോഗ്യ രംഗത്തിന് പുറത്തു പറയാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകളാണോ വരുന്നത് എന്ന് CPM എന്ന ബാനർ മാറ്റിവെച്ചുകൊണ്ട് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ള നിലയിൽ മുബാറക് സാനി ആത്മാർത്ഥമായി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ്. ആ അർത്ഥത്തിൽ ഞാനൊരു ലേമേനാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു മേഖലയെ കേരളത്തിന് അഭിമാനത്തോടു കൂടി എടുത്തുദ്ധരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നടപടികളാണോ കേരളത്തിലെ പൊതു ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? ഇവിടെ തുടർച്ചയായി നടക്കുകയാണ്. മന്ത്രി അശ്വിനിയോടൊപ്പമാണ്. ഇതൊരു ടാഗ് ലൈൻ അല്ല, തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാവുന്ന ഒരു ടാഗ് ലൈൻ അല്ല. ഞാൻ ഈ തരത്തിലുള്ള ഇരയുടെ ഒപ്പമാണ് എന്ന് പറയുന്നത്. എന്ത് തരത്തിലാണ് അവരൊപ്പം നിന്നത്? ഏതർത്ഥത്തിലാണ് അവർ ഈ ഇരയെ സഹായിച്ചത്? ഇതുവരെ ഒരു നയാ പൈസ, അങ്ങനെയുണ്ടല്ലോ കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു നയാ പൈസ കൊടുത്തിട്ടില്ല അർച്ചനയ്ക്ക്. അവരുടെ 7 വർഷത്തെ ജീവിതമുണ്ട്. വയറ്റിൽ കത്രിക കുടുങ്ങി ജീവിച്ച 5 വർഷമുണ്ട്. അതിനുശേഷം അവർ നടത്തിയ 6 ശസ്ത്രക്രിയകളുണ്ട്. ഇതുവരെ ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണ് ഈ കാര്യത്തെ സംബന്ധിച്ച്? ഒടുവിൽ മെഡിക്കൽ എത്തിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അവരൊക്കെ ഈ സമീപനത്തോട്, ഈ ഹർഷനയുടെ അവസ്ഥയോട് സ്വീകരിച്ച സമീപനം എന്താണ്? അന്വേഷണം പൂർത്തിയായോ? മെഡിക്കൽ രംഗത്ത് നിരവധി അന്വേഷണങ്ങൾ നടന്നല്ലോ. ഒടുവിൽ പോലീസിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം വന്നു, ഇന്ന ആളുകൾ അതിൽ പ്രതികളാണ് എന്നുള്ള തരത്തിൽ. എന്നിട്ട് ഇവിടുത്തെ ഭരണകൂടം സ്വീകരിച്ച സമീപനം എന്താണ്? 2 ലക്ഷം രൂപയാണ്. നമ്മൾ വലിയ തോതിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ ആരോഗ്യരംഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിയത് കൊണ്ട് ഫലമൊന്നുമില്ല. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഒരു രോഗിക്ക് സംഭവിച്ചാൽ അവർക്ക് കൊടുക്കേണ്ടത് കോടികളാണ്. ഇവിടെ 2 ലക്ഷം രൂപയാണ്. ഇതാണോ ശ്രീമതി വീണ ജോർജ് ഹർഷിനയ്ക്കൊപ്പമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം? 2 ലക്ഷം രൂപ അവർക്ക് ഈ തരത്തിൽ ഇത്രയും വർഷം അവരനുഭവിച്ച കൊടിയ പീഡനമുണ്ട്, കൊടിയ ദുഃഖമുണ്ട്. അവർ പൊടി പിടിച്ച നിരത്തിൽ നിന്നുകൊണ്ട് എരവ് പാത്രവുമായി അവർ തൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ആളുകളോട് കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് ഈ സർക്കാർ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ശ്രീ സാനി രാഷ്ട്രീയമില്ല. ഞാൻ പറയുന്നത് മെഡിക്കൽ രംഗം എന്ന് പറയുന്നത് മനുഷ്യത്വവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കേവലം ഭരണനിർവഹണവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. മനുഷ്യൻ്റെ ദുഃഖത്തിലും വേദനയിലും അവൻ്റെ രോഗാവസ്ഥയിലും അതിനോട് അനുഭാവപൂർവ്വം പ്രതികരിക്കാൻ കഴിയാത്ത ഒരു സംവിധാനത്തെ നമ്മൾ എങ്ങനെയാണ് മനുഷ്യത്വപൂർണ്ണമായ സംവിധാനമാണെന്ന് പറയാൻ കഴിയുക? ഡോക്ടർ അൽത്താഫ്, അത് കേൾക്കൂ. മെഡിക്കൽ രംഗം എന്ന് പറഞ്ഞാൽ മാനവ സേവയുമായി ബന്ധപ്പെട്ട, മനുഷ്യത്വവും കരുണയുമായി ബന്ധപ്പെട്ട മേഖലയാണ്. താങ്കൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഇരിക്കെ ഒരാൾ തനിക്ക് മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം ഉണ്ടായ പ്രശ്നം, അതുകൊണ്ട് ജീവിതത്തിൻ്റെ നല്ലൊരു കാലം തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതം, അതും പറഞ്ഞ് നിറകണ്ണുകളുമായി വരുമ്പോൾ ഞങ്ങളതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കില്ല, ഞങ്ങളതിൻ്റെ ഒരു നിലയ്ക്കുള്ള റെസ്പോൺസിബിലിറ്റിയും ഏൽക്കില്ല എന്ന് പറയുന്നത് എത്തിക്കൽ കോഡുമായി എത്ര ചേർന്ന് പോകുന്ന ഒന്നായിരിക്കും ഡോക്ടർ അൽത്താഫ്? തീർച്ചയായിട്ടും ഇതിൽ ഞാനിത് ചർച്ച ശ്രദ്ധിക്കുകയായിരുന്നു. മറ്റുള്ള രണ്ട് പേരുടെ അഭിപ്രായങ്ങളും ഈ പർട്ടിക്കുലർ കേസിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് കേരളത്തിൽ പൊതുവെ, അല്ലെങ്കിൽ ഭാരതത്തിൽ പൊതുവെ തന്നെ നമുക്ക് ഈ ചികിത്സാരംഗത്തെ പിഴവുകളെക്കുറിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്താനായിട്ടുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ സംവിധാനം തീർച്ചയായിട്ടും അനിവാര്യമാണ്. അത് പൊതുമേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും ആ രീതിയിലുള്ളൊരു സംവിധാനം, കൃത്യമായൊരു സംവിധാനം ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ എക്സ്പെർട്ടൈസ് ഉള്ളവർ തന്നെ അതിൻ്റെ മെഡിക്കൽ ചികിത്സയിലെ വീഴ്ചകളുണ്ടോ, അതുപോലെ എത്തിക്കൽ പ്രശ്നങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങൾ സമഗ്രമായും ശാസ്ത്രീയമായും ഒക്കെ തന്നെ വിലയിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്നത്. തീർച്ചയായിട്ടും അതിന് ഇപ്പം ഈ കൺസ്യൂമർ ആക്ടിനെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ചികിത്സാരംഗത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ അത് ഉൾക്കൊള്ളിച്ചിരുന്നു. അത് ഉൾക്കൊള്ളിച്ചതാണെങ്കിലും ഒഴിവാക്കുന്ന അത് കോടതിയുടെ തീരുമാനത്തിരിക്കട്ടെ. പക്ഷേ എന്തായാൽ പോലും അതൊരു ശാശ്വതമായ പരിഹാരമാണോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. നമുക്ക് വേണ്ടത് ഇതിൽ ചികിത്സാരംഗത്ത് യഥാർത്ഥത്തിൽ ഈ ആരോപിക്കപ്പെടുന്ന പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വിദഗ്ധർ തന്നെ അടങ്ങുന്ന, അത് അൺബയാസ്ഡ് ആയിട്ട് നിഷ്പക്ഷമായിട്ടുള്ള
ഒരു സംവിധാനം നമുക്ക് രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത് ഇപ്പം മുമ്പ് പലപ്പോഴും ചർച്ചകൾ ഡോക്ടർ, അതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നുണ്ടായതാണോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം വേറെ. പക്ഷേ ഒരാളുടെ വയറ്റിൽ ഒരു കത്രിക എന്ന് പറഞ്ഞാൽ ഈ ഫോർസെപ്സ് കുടുങ്ങുക എന്ന് പറഞ്ഞാൽ അത് നോർമലി അത് ശസ്ത്രക്രിയ, അവർ ഓൾറെഡി ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള ആളാണ്. ശസ്ത്രക്രിയയുടെ ഭാഗമായി വന്നുപെടാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം അത് മെഡിക്കൽ മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് വായിലെടുത്ത് വയ്ക്കുന്ന സംഗതിയല്ലല്ലോ. അപ്പോൾ അതൊരു ചികിത്സാ പിഴവാണ് എന്നതിലേക്ക് പോലും എത്താൻ സമ്മതിക്കാത്തതിൻ്റെ പിന്നിൽ ഈഗോയാണോ? അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു നിഷ്പക്ഷമായിട്ടുള്ളൊരു സംവിധാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പരിധിവരെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കും. ഇത് തന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നിലധികം ആശുപത്രികൾ ചികിത്സ തേടിയിട്ടുണ്ട്, നിരവധി പല പ്രാവശ്യങ്ങളായിട്ട്. അപ്പോൾ അത് എവിടെ നിന്ന് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അതെ ആയിക്കോട്ടെ. അതിൽ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ആശുപത്രികളുടെ ഈ വലിയ ഒരു കേട്ടില്ല. ഹലോ, പോലീസിന്റെ ഫൈൻഡിങ് നേരത്തെ കോൺഗ്രസ് പാനലിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് ഫൈൻഡിങ് എന്താണ്, അത് ഇവിടെ നിന്ന് പറ്റിയതാണെന്നാണ്. ഓക്കെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിലിപ്പം ഇപ്പം പോലീസിൻ്റെ മാത്രം ഒരു അഭിപ്രായം മാത്രം നമുക്ക് എടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിലൊരു മെഡിക്കൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു വിദഗ്ധ സമിതിയുടെ അഭിപ്രായം അക്കാര്യത്തിൽ നോക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതും കൂടെ നോക്കിയിട്ട് അവരുടെ അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ കാര്യത്തിൽ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു മെക്കാനിസം ഉണ്ടാവുക എന്നുള്ള പ്രധാനമാണ്. ഇതില്ലാത്തതിൻ്റെ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് താങ്കൾ ഇതിന്. ചർച്ചയിലേക്ക് വീണ്ടും ഡോക്ടർ മുബാറക് സാനി, ഇപ്പോൾ സർക്കാർ വകുപ്പുകൾക്കെതിരെ വിമർശകർ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇരിക്കുന്ന ആളുകൾ നിരന്തരമായി വിമർശനം ഉന്നയിക്കുക സ്വാഭാവികമാണ്. പക്ഷെ നോക്കൂ, നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ വിമർശനങ്ങൾക്കും മീതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രഭ അതിനുണ്ടായിരുന്നു. ആളുകൾ അതിനെ വകവച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം സർക്കാരിലേക്ക് വരുന്നു, വകുപ്പിൻ്റെ സ്വഭാവം മാറുന്നു, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറുന്നു. രണ്ടാമത്തെ സർക്കാരിൽ എന്തുകൊണ്ടാണ് ആദ്യം ഉണ്ടായിരുന്ന ആ മികച്ച ഒരു പ്രതിച്ഛായ ആവർത്തിക്കാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ സത്യത്തിൽ അത് അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസിൻ്റെ ഭാഗമാണോ ആദ്യകാലത്തുണ്ടായിരുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷെ ഇന്നത്തതിന് കുറച്ചുകൂടി ഗ്രാവിറ്റി വന്നിരിക്കുന്നു. ആളുകൾ പോലും അതിനെ സീരിയസ് ആയി എടുക്കുന്നു. ആ ഒരു പഴയ ഒരു പ്രതിച്ഛായ നിലനിർത്താൻ കഴിയുന്നില്ല. അതിൻ്റെ കുഴപ്പം എന്തായിരിക്കും? അത് തെറ്റായിട്ടുള്ളൊരു വിലയിരുത്തലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കാണ് ഇതിനകത്ത് പ്രധാനം വരുന്നത്. ഇപ്പം അന്ന് നിപ്പ വന്നു, അതേപോലെ തന്നെ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വന്നു, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ വന്നു. ഏത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോഴും അതിനെയൊക്കെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് അതിലേറ്റവും ബെസ്റ്റായിട്ട് നേരിടുന്ന ഒരു സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. അതിനകത്ത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏത് ഘട്ടത്തിനകത്തും. ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും അക്കാര്യത്തിലും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. പക്ഷെ പ്രശ്നങ്ങളുടെ ഒരു വ്യത്യാസം വന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നയസമീപനങ്ങൾക്കകത്തൊരു വലിയ വ്യത്യാസം വന്നിട്ട് സാമ്പത്തികമായിട്ട് കേരള ഗവൺമെൻറ്റിനെ ആകെ തന്നെ ഇതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞെരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം കൂടിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതിശക്തമായിട്ടുള്ള നിലപാട് വന്നു. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യ മേഖലയാണ്. അവിടുത്തെ ശമ്പളം പിടിച്ചു വെക്കുന്ന തരത്തിലേക്ക് അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒട്ടേറെ ചർച്ചകളൊക്കെ നടത്തിയതാണ്. കാരണം അവിടെ നമ്മുടെ NRHMൻ്റെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ആ പദ്ധതികൾക്കകത്തുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് അതിനകത്തേക്ക് പിടിമുറുക്കുന്നു. അതേപോലെ തന്നെ പല ഘട്ടങ്ങളിലും പുതിയ ബജറ്റുകൾ വന്നപ്പോഴൊക്കെ തന്നെ അതിനകത്ത് കേരളത്തിന് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ നിരാകരിക്കപ്പെടുന്ന അവസ്ഥ വരിക എന്ന് മാത്രമല്ല നിലവിലുള്ള പദ്ധതികൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലേക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായുള്ള പ്രവർത്തനം കേരള ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
നമ്മുടെ വിനോദിന്റെ കൂടെയുള്ള ആളുകളൊക്കെ തന്നെ ചേർന്നിട്ടുള്ളത് ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെ ഇത് കേരളത്തിന്റെ മൊത്തം ജനങ്ങളുടെ പ്രശ്നമാണ്, നമ്മുടെ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഗവൺമെന്റാണ്, അവരെടുക്കുന്ന നിലപാടുകൾ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ആരോഗ്യരംഗത്തൊക്കെ ഒരിക്കൽ അതിനകത്ത് പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ഈ നിലപാടുകൾക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കാൻ പോലും മുന്നോട്ട് വന്നില്ല എന്നുള്ള ഖേദകരമായ അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതിനെ നിലവിലുള്ള അവസ്ഥ വെച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെറുക്കാനും നേരിടാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമത്തിൽ ഏറെക്കുറെ നമ്മൾ വിജയിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് തരത്തിലുള്ള കണക്കെടുപ്പ് നോക്കുമ്പോൾ നീതി ആയോഗിന്റെ കണക്കുകളിലൊക്കെ നമ്പർ 1 എന്ന തരത്തിൽ തന്നെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ ഈ കഴിഞ്ഞ ഈ ഗവൺമെന്റിന്റെ കാലത്തും രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തും ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. പിന്നെ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് നേരത്തെ ഉണ്ടാവും, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ തന്നെ എങ്ങനെയാണ് ഗവൺമെന്റിനെതിരെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ മിടുക്കാണ്, അത് അവർ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ മൊത്തം അന്തരീക്ഷത്തിനകത്ത് മാറ്റം വരുന്നെന്നോ നിലപാടുകൾക്കകത്ത് വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ ജനങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും വസ്തുനിഷ്ഠമായ കണക്കുകളുണ്ടോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നീതി ആയോഗിന്റെ നമ്മുടെ മുമ്പിലുള്ള കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അക്കാര്യത്തിൽ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ഏറ്റെടുത്ത പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ സത്യം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെ പരിശോധിക്കുമ്പോൾ നമ്മൾ അത്തരം ഒരു വലിയ വിലയിരുത്തലിൽ കാര്യമില്ല എന്നാണ്. ശരി, അപ്പോൾ അത് ഒരു ആസൂത്രിതമായ പ്രൊപ്പഗൻഡയുടെ ഭാഗമാണ്, അല്ലാതെ പ്രതിച്ഛായ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ്. ശ്രീ വിനോദ്, മന്ത്രി ഇത്തരം എല്ലാ സംഗതികളും വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ വീണ ജോർജ് കർശനമായ നടപടിയെടുക്കും, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, അടിയന്തരമായ നടപടിയിലേക്ക് പോവുകയാണ് മറ്റുമൊക്കെ. പക്ഷെ പല കാര്യങ്ങളിലും അവർക്ക് ആ നിലയ്ക്ക് ആക്ട് ചെയ്യാൻ പറ്റാറില്ല. അതാണ് നമ്മളിപ്പോൾ ഈ ICU പീഡന കേസിലായാലും ഹർഷനയുടെ കാര്യത്തിലായാലും ഒക്കെ കാണുന്നത്. സത്യത്തിൽ മന്ത്രി ഇടപെടാൻ കഴിയാത്ത വിധമുള്ള ദുർബലാവസ്ഥയെ അഭിമുഖീകരിക്കുന്നതാണോ അതോ മന്ത്രിയുടെ വിൽ പവറിൻ്റെ പ്രശ്നമാണോ? രണ്ടാണെങ്കിലും ഇതിൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആ പണിക്ക് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവരതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് വേണ്ടത്, അല്ലാതെ ജനങ്ങളെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ട്, അവർക്ക് ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാകുന്നുണ്ട്, അവർക്ക് നടപടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ തടയുന്നവർ അതിനേക്കാൾ കെൽപ്പുള്ളവരാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ കസേരയിൽ ഇരിക്കാൻ അവരെ അർഹരല്ലാതാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ആൾക്കുള്ളതല്ല രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കസേര എന്ന് പറയുന്നത്. ഇവിടെ ശ്രീ ഡോക്ടർ സാനി സൂചിപ്പിച്ചത് ഇവിടെ എല്ലാം നല്ല നിലയിൽ പോകുന്നു എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാഷ വന്നു, രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ വന്നു, ഒറ്റപ്പെട്ട സംഭവം എന്ന് അദ്ദേഹവും പറഞ്ഞു. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും അത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് സംഭവിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ തൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് പറയേണ്ട നിലയിലേക്ക് വരിക. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുമ്പോൾ തന്നെ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുമ്പോൾ ഒരു ഗവൺമെൻറ് അതിനോട് സ്വീകരിക്കുന്ന സമീപനം ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചു. റിപ്പോർട്ടുകളല്ലാതെ നടപടി എവിടെ? ഒരു നടപടിയെക്കുറിച്ച് പറയാൻ കഴിയുമോ ഡോക്ടർ സാനിക്ക്? ഒരു നടപടിയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. പോലീസ് കണ്ടെത്തി അതിൻ്റെ പുറത്ത് അതിൽ ബന്ധപ്പെട്ട ആളുകളെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ കേസ് പുരോഗമിച്ച് മുന്നോട്ട് പോയ സമയത്ത് പോലും അതിനോട് ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ഈ പറയുന്ന മെഡിക്കൽ സംവിധാനവും ബ്യൂറോക്രസിയും ഒക്കെ സ്വീകരിച്ച സമീപനം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഹർഷിനയുടെ 7 വർഷം, അവർ നടത്തിയ 6 ശസ്ത്രക്രിയകൾ, അവർക്ക് ചികിത്സ നടത്താൻ കഴിയാത്ത അവസ്ഥ, ഇതെല്ലാം മാനുഷികമായ പ്രശ്നങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇതിനോടൊന്നും പ്രതികരിക്കാതെ ഒരു നയമുണ്ടാക്കി ഇതിനെ വിശാലാർത്ഥത്തിൽ കണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്ന ഒരു സമീപനം ഒരു ഭരണകൂടത്തിന് ഭൂഷണമാണോ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നിന്ന് താങ്കൾ വ്യാഖ്യാനിച്ച വിഷയങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആശുപത്രികൾ, നമ്മുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മരുന്നില്ലാത്ത അവസ്ഥ കഴിഞ്ഞ ഏതാനും 1 വർഷത്തിലധികമായി ആ വിഷയം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വരികയും ഗവൺമെൻറ് ആ വിഷയത്തിൽ ഇടപെടുകയും ഏതാണ്ട് 11 മാസത്തിലധികമായി അതിൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ തീരുമാനമെടുത്തിട്ട് അതിൻ്റെ പുറത്ത് നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാരുണ്യ പദ്ധതി മുന്നോട്ട് പോകുന്നത്. 11 മാസത്തോളമായി അതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ട്, എന്നേക്കാൾ കൂടുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കറിയാം കാരുണ്യ പദ്ധതിയിൽ ആരെയാണ് അത് ലക്ഷ്യം വെക്കുന്നത്, ആർക്കു വേണ്ടിയാണ്? 5 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ധനസഹായം നൽകുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ KM മാണി മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന അവരുടെ അഭിമാന പദ്ധതിയാണ്.
ആ അർത്ഥത്തിലുള്ള അപ്പോൾ പദ്ധതി ആരോഗ്യ വകുപ്പിന്റെ പ്രശ്നങ്ങൾ ഒന്നോ രണ്ടോ മാത്രമല്ല ഇനിയിപ്പോ സമ്മർദ്ദത്തെ അതിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ തലപ്പത്ത് മന്ത്രിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾ മാറ്റിവെക്കുന്നു. Yes. അതുപോലെ തന്നെ മരുന്നില്ലാത്തതിന്റെ പേരിൽ ഇവിടുത്തെ രോഗികൾക്ക് നമ്മൾ ക്യാൻസർ വന്ന രോഗികൾക്ക് പോലും അവർക്ക് നിരന്തരമായി കഴിക്കേണ്ട മരുന്ന് പോലും കൊടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ്. ഡോക്ടർ അൽത്താഫ് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത്, എന്തുകൊണ്ട് ചികിത്സാ പിഴ ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഇത്തരം ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്നു, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാവുന്നു, ഓവർലോഡ് ഉണ്ടാവുന്നു. അതിൻ്റെ ഏക കാരണം സത്യത്തിൽ നമുക്ക് മതിയായ സൗകര്യങ്ങളില്ല. താങ്കൾ പറഞ്ഞതുപോലെ വിഭവ പരിമിതി ഇവിടെ പ്രശ്നമാണ്. നമ്മുടെ ആരോഗ്യ മേഖല മികച്ചതാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും കുറച്ചുകൂടി സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. മെഡിക്കൽ കോളേജുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. സത്യത്തിൽ അത് എളുപ്പത്തിൽ സർക്കാരിന് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ, അതോ നമ്മുടെ മുമ്പിൽ അതൊരു വലിയ ബാലികറമലയാണോ? അതൊരു ബാലികറമലയായിട്ട് കരുതുന്നില്ല ഞാൻ. കാരണം ഇപ്പം വിഭവത്തിൻ്റെ അപര്യാപ്തത ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായിട്ടും കൂടുതൽ ബഡ്ജറ്റ് അലോക്കേഷൻ വേണ്ടിവരും. അതുപോലെ കേന്ദ്ര പദ്ധതികൾ കൂടുതൽ, ആരോഗ്യ മേഖലയിലുള്ള പദ്ധതികൾ കൂടുതൽ സഹായം വേണ്ടിവരും. അതെല്ലാം ഒരു വശത്തുണ്ട്. മറുവശത്ത് നമ്മുടെ നിലവിലുള്ള സംവിധാനം തന്നെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതും കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും ഒക്കെ അതിനെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ സ്പെഷ്യാലിറ്റി കേഡർ സംവിധാനം നമ്മുടെ ആരോഗ്യ വകുപ്പിൽ ഇപ്പോൾ 6000 ഡോക്ടർമാരുണ്ട്, 1200 ആശുപത്രികളുണ്ട്. പക്ഷേ നമ്മുടെ സ്പെഷ്യാലിറ്റി കേഡർ സംവിധാനം താലൂക്ക് ആശുപത്രി തലത്തിൽ വന്ന് നിൽക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ, ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് സ്പെഷ്യാലിറ്റി സംവിധാനം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാം. കൂടുതൽ സ്പെഷ്യാലിറ്റി പരിചരണം താഴെത്തട്ടിലേക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ രോഗികളെ താഴെത്തട്ടിൽ പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു അവസരമാണ് നമ്മളിപ്പം ഈ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. അതിനിപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ എന്നുള്ള നിലയ്ക്കാണ് ദേശീയ തലത്തിൽ ദേശീയ ആരോഗ്യ നയം 2017 അനുസരിച്ചിട്ട് പുനഃസംവിധാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്നുള്ള നിലയ്ക്കുള്ള നഴ്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ സേവനം നൽകുന്നൊരു രീതിയുണ്ട്. അത് കേരളത്തിൽ നമുക്ക് ഏതാണ്ട് 5400 സബ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിപ്പം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നുള്ള നിലയ്ക്ക് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡറുടെ സ്ഥാനത്ത് നമുക്ക് ഡോക്ടർമാരെ തന്നെ നമുക്ക് നിയോഗിക്കാൻ, ഇപ്പം കോൺട്രാക്ട് അടിസ്ഥാനത്തിലോ ഒക്കെ തന്നെ ഇപ്പോൾ ഒരു വർഷം ഏതാണ്ട് 5000-ഓളം പേര് 4500 ഡോക്ടർമാർ കേരളത്തിൽ തന്നെ പഠിച്ചിറങ്ങുന്നുണ്ട്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ചു വരുന്നുണ്ട്. ഇവരെ നമുക്ക് വിന്യസിച്ചുകൊണ്ട് കൂടുതൽ താഴെത്തട്ടിലേക്ക്, കൂടുതൽ ജനങ്ങൾക്കടുത്തേക്ക് ഈ സേവനങ്ങൾ, പ്രത്യേകിച്ച് ഈ ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയും തുടർ ചികിത്സയും അതിൻ്റെ സ്ക്രീനിങ്ങും ഒക്കെ തന്നെ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മുന്നിലുള്ളപ്പോൾ തന്നെ നിലവിലുള്ള സൗകര്യങ്ങളെ ഫലപ്രദമായി ഇങ്ങനെ ഉപയോഗിക്കുക എന്നതിലുള്ള ക്രിയാത്മകമായ ആശയങ്ങൾ ഉണ്ടാവുക അതും പ്രധാനമാണ് എന്നാണ്. എൻ്റെ സമയം ഒന്ന് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്ക് യു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മനുഷ്യർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനമാണ്. അവ പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.